BJPS വിവിധ താന്ത്രിക ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി രൂപീകരിച്ചായിരുന്നു പ്രഖ്യാപനം. സർക്കാരിന്റെ പരിഗണനയിലുള്ള അന്ധവിശ്വാസ അനാചാര കരട് ബില്ലിലെ തെറ്റായ വസ്തുതകളെ തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് ഭാരതീയ ജ്യോതിഷ വിചാര സംഘത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി രൂപീകരിച്ചത്. പൂജകളുടെ പേരിൽ മാനസിക ശാരീരിക പീഡനം, മർദ്ദനം, സാമ്പത്തിക വഞ്ചന, കബളിപ്പിക്കൽ മുതലായ ഹീനപ്രവർത്തികൾക്കെതിരെ ഭാരതീയ നീതിന്യായ സംഹിതയിൽ ശിക്ഷാ നടപടികൾ ഉള്ളപ്പോൾ ആചാരങ്ങൾക്ക് മേൽ കടന്നുകയറുന്ന തരത്തിൽ ഒരു നിയമം പ്രാവർത്തികമാക്കരുതെന്നാണ് BJPSന്റെ നിലപാട്. ഈ ഒരു ബില്ലിന്റെ മറവിൽ ഭാരതീയമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും, അതായത് ജ്യോതിശാസ്ത്രം, വാസ്തു, താന്ത്രികം, ഇത്തരത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളെയും കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബില്ല് വന്നിട്ടുള്ളത്. അതിന്റെ സർക്കാർ ഇറക്കിയിട്ടുള്ള 34 പോയിന്റുള്ള ഒരു കരടുണ്ട്. ആ കരട് പ്രകാരം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൽ ചില ഭാഗങ്ങളുണ്ട് നരബലി പോലുള്ളതൊക്കെ, അതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് കൂടാതെ അതിന് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറിയിൽ വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷ ഫലപ്രവചന വിഭാഗത്തെയും അതേപോലെ താന്ത്രികം, പൂജ പോലുള്ളവയും വാസ്തുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. എന്നെല്ലാം ഭാരതത്തിൽ സനാതന ധർമ്മത്തിന് എതിരായിട്ട് എന്തൊക്കെയോ വിഷയങ്ങൾ എതിരായിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ പല സമയത്തുമായിട്ടും അതിന് എതിർക്കാനായിട്ട് പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെയാണ് ഈ അനാചാര അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് എന്നുള്ള പേരിൽ സനാതന ധർമ്മ മൂല്യങ്ങൾ ശരിക്കും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് വരുന്നത്. എറണാകുളത്തെ BMS സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന താന്ത്രിക ജ്യോതിഷാചാര്യന്മാരുടെ സംഗമത്തിൽ സംയുക്ത സമരസമിതി രൂപീകരണ ചർച്ചകളും നടന്നു. BJPS സംസ്ഥാന ജനറൽ സെക്രട്ടറി കുടജാദ്രി മഠം ഡോക്ടർ രാജാജി അയ്യർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സൂര്യകാലടി മന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരി അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന അധ്യക്ഷൻ B. ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് P. മുരളീധരൻ, സദാശിവൻ പിള്ള തുടങ്ങിയവരും പങ്കെടുത്തു. ജനം, കൊച്ചി.